ഹേ സിനിമൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ സൂര്യനായകനാവുന്ന കറുപ്പ് എന്ന ചിത്രം ഇനി നമ്മുടെ തമിഴ്നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ RJB ഡയറക്റ്റ് ചെയ്യുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കറുപ്പ് എന്ന സിനിമയുടെ കാര്യം പോലെ തന്നെ നമ്മുടെ വിജയ് സിനിമയും അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യാൻ ചാൻസ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ പുതിയ റിപ്പോർട്ടിനനുസരിച്ച് ഏപ്രിൽ 30 വരെ സിനിമ എന്തായാലും റിലീസ് ചെയ്യില്ല. കാരണം ഇപ്പോൾ OTT റൈറ്റ്സൊക്കെ മിക്കതും തെറ്റിയോണ്ട്, ആ കരാറൊക്കെ തെറ്റിയോണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ എന്തായാലും അവർ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിരിക്കുകയാണ് 30 ഏപ്രിൽ 30 വരെ എന്തായാലും സിനിമ റിലീസാവില്ല. അപ്പോൾ എന്തായാലും ഇനി വെക്കേഷൻ ആവും, അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാവും. എന്തായാലും നമുക്ക് ജനനായകൻ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ ദൃശ്യം 3യുടെ ഈ കാണുന്ന ഒരു ഫാമിലി പിക്ചറാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായി നമ്മുടെ ജോർജ് കുട്ടിയുടെ പോസ്റ്റർ വന്നു, പിന്നെ ഫാമിലിയുടെ തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും ഒരു സന്തോഷിച്ചുള്ളൊരു പോസ്റ്റർ കാണുന്നത്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകൾ ഓരോന്നോരോന്ന് പതിവായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ട്രെയിലറിനും മറ്റ് സോങ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ മീര ജാസ്മിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് L366 എന്ന സിനിമയിലെ ക്യാരക്ടറിനെ പുറത്തു വിട്ടിട്ടുണ്ട്. നൈസി എന്ന ക്യാരക്ടറാണ് നമ്മുടെ മീര ജാസ്മിൻ ചെയ്യുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ പേരും ലവ് ലെജൻഡ് എന്നാണ്. എന്തായാലും ഈ രണ്ട് പേരും നല്ല വെറൈറ്റി പേരുകൾ തന്നെയാണ്, രസമുണ്ട്, ഒരു പുതുമയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് L366 വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രശാന്ത് നീൽ ഇപ്പോൾ ചെയ്യുന്ന ചിത്രമാണല്ലോ നമ്മുടെ ഡ്രാഗൺ, NTRൻ്റെ ഒപ്പം. അപ്പോൾ സിനിമയിൽ നമ്മുടെ മലയാളി താരമായ ടൊവിനോ തോമസ് ഉണ്ട്. കാരണം വർക്കൗട്ട് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണും, അത്യാവശ്യം വൈറൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ മലയാളി താരമായ ബിജു മേനോനും ഇപ്പോൾ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. റൂമറാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അങ്ങോട്ട് ബയോപിക്കിൻ്റെ കാലമാണല്ലോ. നമ്മുടെ ഉണ്ണിമുകുന്ദൻ മോദിജിയുടെ ബയോപിക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ധനുഷ് 2 ബയോപിക്കാണ് ഇനി ചെയ്യാൻ പോണത്. ഒന്ന് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെയും പിന്നെ ഉള്ളത് നമ്മുടെ ഇളയരാജയുടെയുമാണ്. അപ്പോൾ 2 പേരുടെയും ബയോപിക്ക് നമ്മുടെ ധനുഷാണ് ചെയ്യുന്നത്. നമ്മുടെ ബദലഹം കുടുംബ യൂണിറ്റ് മിക്കവാറും ഓണം തൂക്കാൻ ചാൻസ് ഉണ്ട്. സിനിമയിലെ കുറച്ച് ലൊക്കേഷൻ സ്കിൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ നെയ്മ്പോളീനെ ഒരു ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടായിട്ട് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മിക്കവാറും നമ്മുടെ പ്രേമം സിനിമയിലെ റെഫറൻസും ആ ഒരു ഐക്കോണിക് സീനിലെ സംഭവങ്ങളായിരിക്കും ചാൻസ് കൂടുതലും കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ എന്തായാലും തിയേറ്റർ പൊളി തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബദലഹം കുടുംബ യൂണിറ്റ് എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്കമൽ പ്രൊഡക്ഷനിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ SK26 ആണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്നേ ദിവസം വൈകിട്ട് 5:02 വരുന്നതായിരിക്കും. മെയ് 14 റിലീസ് ചെയ്യുന്ന ചിത്രമാണല്ലോ അതിരടി. സിനിമയിലെ ഈ കാണുന്ന ഷാൻ റഹ്മാൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പേര് പറയാത്ത പോലും ഇതിലും നമ്മുടെ ഷാൻ റഹ്മാൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഫെബ്രുവരി 6 കുറേ സിനിമകളുടെ ഒപ്പം റിലീസ് ചെയ്യുന്ന ചിത്രമായിരുന്നു നമ്മുടെ മധുവിധു സർഫുജൻ്റെ. ഈ സിനിമയുടെ പുതിയ റിലീസ് തീയതി മെയ് 1 ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.